നമ്മൾ ഓരോരുത്തരും പല ഭാഗത്ത് ലീഡർഷിപ്പ് കൊടുക്കുന്നവരാണ്. ഏറ്റവും കൂടുതൽ ബിസിനസ്സിലെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ക്രൂഷ്യലാണ്. കാരണം ഒന്ന് തെറ്റിയാൽ, പിഴച്ചാൽ അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രതിഫലനം എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല പലപ്പോഴും. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പൊസിഷനോ ഒരു ഡെസിഗ്നേഷനോ ഒരു രാജസിംഹാസനമോ ഒന്നുമല്ല. അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം, ആക്ഷനാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിൽ ബാധ്യതപ്പെട്ട നമ്മുടെ കടപ്പാടും അതുപോലെ കർമ്മവുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പല സ്ഥാപനങ്ങളിലും പല സംരംഭ ബിസിനസ്സുകളിലും നമ്മൾ കാണുന്നത് ഇന്ന് അവർക്ക് ഒരു മാന്യമായ ഒരു ക്യാബിൻ ഉണ്ടാവും. അവിടെ അദ്ദേഹത്തിൻ്റെ മേൽവിലാസമായ ഒരു പൊസിഷൻ, ഒരു ടാഗ് ലൈൻ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ, നല്ല ഒരു ടേബിളും ചെയറും ഉണ്ടാവും. എന്നിട്ട് ഒരു രാജകീയമായ ഒരു പരിവേഷത്തിൽ അവിടെ ഇരിക്കുന്നു. എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആർക്കും പ്രശ്നമല്ല. ആ സ്ഥാനത്തെ, ആ സ്ഥാപനത്തിൽ നിർണ്ണയിക്കാൻ എന്ത് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത് ഒരു വിഷയമേ അല്ല. പക്ഷേ ആ സ്ഥാപനത്തിൽ ആ സ്ഥാനം അദ്ദേഹത്തിൻ്റെതായി പതിച്ചു കിട്ടാൻ, അത് നിലനിർത്താനുള്ള എല്ലാ ചെപ്പടി വിദ്യകളും ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് സംരംഭങ്ങൾ അല്ലെങ്കിൽ ഏത് സ്ഥാപനങ്ങളും ഏത് സംഘടനകളും നശിക്കാനുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലീഡർഷിപ്പ് അറിയാത്ത ആളുകളുടെ കയ്യിൽ, അത് പദവിയും അലങ്കാരവുമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുടെ കയ്യിൽ, ആക്ഷൻ എന്തെന്നറിയാത്ത, ഉത്തരവാദിത്തം എന്തെന്നറിയാത്ത ആളുകളുടെ കയ്യിൽ ഈ ലീഡർഷിപ്പ്, നേതൃത്വം എത്തി എന്നുള്ളതാണ് ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രയാസവും പ്രശ്നവും. അവിടെ ഞാൻ വേദഗ്രന്ഥം വായിച്ച് പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു വലിയ ഉൾത്തെളിച്ചുണ്ട്. പരിശുദ്ധ ഖുർആനിലെ അതിൻ്റെ 7-ാം അധ്യായത്തിൽ 54-ാം വചനമായിട്ട് ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം എന്ന് പറയുന്നുണ്ട്. അവിടെ ഈ അണ്ടകടാഹത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ ആ പ്രപഞ്ചനാഥൻ, നിങ്ങളുടെ രക്ഷിതാവായ ഞാൻ, ദൈവം പറയാണ്, ഈ വ്യവസ്ഥ മൊത്തം, ഈ അണ്ടകടാഹത്തെ മൊത്തം, ഈ പ്രപഞ്ചത്തെ മൊത്തം എൻ്റേതായ 6 ദിവസങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചു. എന്നിട്ട് സുമ്മസ്തവ അലൽ അർഷ്, എന്നിട്ട് ഞാൻ എൻ്റെ രാജസിംഹാസനമാകുന്ന പദവിയിൽ, ഡെസിഗ്നേഷനിൽ, പൊസിഷനിൽ തിരിഞ്ഞു നോക്കി ഇരുന്നിട്ടുള്ളൂ എന്നാണ്. ഇത് വല്ലാത്തൊരു ചിന്തയായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നിങ്ങൾക്കും അത് നോക്കാം. പരിശുദ്ധ ഖുർആനിലെ ഈ 7-ാം അധ്യായം 54-ാം വചനം. എന്നിട്ട് അതിൻ്റെ സമാപനത്തിൽ ആയത്ത് സമാപിക്കുമ്പം മറ്റൊരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് അത് സമാപിക്കുന്നത്. അലാ എന്ന് പറഞ്ഞ അറബി പദം നിങ്ങൾ അറിയണമെന്ന. നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞാൽ അകക്കണ്ണ്, ഉൾക്കണ്ണ് തുറന്ന് നിങ്ങൾ ഗൗരവത്തോടെ, സ്വബോധത്തോടെ, ഉള്ളറിഞ്ഞ് നിങ്ങൾ അറിയണം. അലാ ലഹുൽ ഹൽക്ക് വൽ അംർ. അവിടെ പറയുന്ന 2 ചെറിയ വാക്കുകളാണ്. അതായത് സൃഷ്ടിച്ച്, ക്രിയേറ്റിവിറ്റി കൊണ്ട് സൃഷ്ടിച്ച്, സംവിധാനിച്ച്, തൻ്റേതായ റെസ്പോൺസിബിലിറ്റി എടുത്തവനെ കമാൻഡ് ചെയ്യാനുള്ള, ഡെസിഗ്നേഷൻ പവറുള്ള, അധികാരമുള്ള, അതോറിറ്റി ആയിട്ട് നിലനിൽക്കാൻ അവകാശമുള്ളൂ എന്ന കാര്യം കൂടെ ഇതേ ഒരേ ആയത്തിൽ കാണുകയാണ്. അപ്പം നമുക്ക് വളരെ സുചിന്തിതമായ, വളരെ ഗൗരവമുള്ള, നമ്മുടെ ഉൾക്കണ്ണ് തുറപ്പിക്കുന്ന വല്ലാത്ത ഒരു ടെർമിനോളജിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആനിൽ കാണാൻ പറ്റിയത്. പലപ്പോഴും ബിസിനസ്സിലാവട്ടെ, ലീഡർഷിപ്പിൻ്റെ വലിയ വലിയ ഗ്രന്ഥങ്ങളിലാവട്ടെ, അതുപോലെ വെസ്റ്റേൺ പഠനങ്ങളാവട്ടെ, നമ്മെ പഠിപ്പിക്കുന്നത് അതോറിറ്റി ദെൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അധികാരത്തിൻ്റെ പീഠം കൊടുക്കൂ, നിങ്ങൾ അവരുടെ പൊസിഷൻ നിർണ്ണയിക്കൂ, നിങ്ങൾ അവർക്ക് കസേരയും ടേബിളും കൊടുക്കൂ, നിങ്ങൾക്ക് അവർക്ക് മേൽവിലാസം ഉണ്ടാകുന്ന ഒരു സുന്ദരമായ ക്യാബിൻ കൊടുക്കൂ, എന്നാൽ അവർ പ്രവർത്തിക്കും, അവർ ഉത്തരവാദിത്തം കാണിക്കും എന്നാണ് പടിഞ്ഞാറൻ പ്രത്യയശാസ്ത്രം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ വേദഗ്രന്ഥത്തിൻ്റെ കൃത്യമായ പ്രകൃതിശാസ്ത്രത്തിൻ്റെ, ദൈവശാസ്ത്രത്തിൻ്റെ അടയാളപ്പെടുത്തുന്ന വളരെ ഗൗരവപ്പെട്ട ഒരു താക്കീതായിട്ട് ഏത് ഓർഗനൈസേഷനും, ഏത് സംരംഭത്തിനും, ഏത് ബിസിനസ്സിനും, എവിടെയൊക്കെ 4 ആൾ കൂടുന്നിടത്ത് ഒരു ലീഡർഷിപ്പ് ഉയർന്നു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അവിടങ്ങളിലൊക്കെ നമുക്ക് ചെലുത്താവുന്ന ഏറ്റവും വലിയ സ്വാധീനമാണ് റെസ്പോൺസിബിലിറ്റി ദെൻ അതോറിറ്റി. കാരണം ഉത്തരവാദിത്വത്തിൻ്റെ വലിയ ഭാരങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം, അതിനെ സമ്പൂർത്തീകരിച്ച് കഴിഞ്ഞതിന് ശേഷം, അതിനെ സംതൃപ്തിയോടുകൂടി, അതിനെ ആസ്വാദ്യകരമായി, അതിനെ പൂർത്തീകരണം നിർവഹിച്ച ശേഷം മാത്രം നമ്മളിലേക്ക് എത്തേണ്ട
ഒരു പദവിയാണ്, ഒരു സീറ്റാണ് നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്ന ഏറ്റവും ഗൗരവപ്പെട്ട പാഠം. ഈ പഠനം നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ സംരംഭത്തിൻ്റെ ഉള്ളിലേക്കും നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഉള്ളിലേക്കും നമ്മുടെ രാജ്യാന്തര അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഏതേത് നിർവഹണ സംവിധാനങ്ങളിലേക്കും ഈ റെസ്പോൺസിബിലിറ്റി ദെൻ അതോറിറ്റി എന്ന് പറയുന്ന ദൈവശാസ്ത്രത്തെ പറിച്ചു നട്ടാൽ തീരുന്നതേ ഉള്ളൂ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും.